സലിം, അടിയന്തര പ്രമേയ ചർച്ച 12 മണിക്കുണ്ടാകും എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഇന്നത്തേക്ക് സഭാ നടപടികൾ പിരിയുന്നതിലേക്ക് എത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനുജ, 1 മണിക്കൂറും 40 മിനിറ്റും മാത്രമാണ് സഭ ചേർന്നത്. ആ 1 മണിക്കൂറും 40 മിനിറ്റ് സമയത്തിനിടയ്ക്ക് സംഭവ ബഹുലം, നാടകീയം എന്ന് മാത്രമേ ഇന്നത്തെ സഭാ നടപടികളെ കുറിച്ച് പറയാൻ കഴിയൂ. കാരണം അത് ഈ സഭ ചേരുന്ന ആദ്യ മിനിറ്റ് മുതൽ തന്നെ പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ച് തന്നെയായിരുന്നു. കാരണം സാധാരണഗതിയിൽ ചോദ്യോത്തരവേളയിൽ അങ്ങനെ ഒരു ബഹിഷ്കരണം, അത് സമാനതകളില്ലാത്ത പ്രതിഷേധം സാധാരണഗതിയിൽ ഉണ്ടാകുന്നതല്ല. പക്ഷേ 9 മണിക്ക് സഭ ചേർന്ന് ചോദ്യോത്തരം ആരംഭിച്ച അതേ മിനിറ്റിൽ തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളും നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ രൂക്ഷമായ വിമർശനം ഉയർത്തി. അതിൽ സ്പീക്കർ അതേ നിലപാട് ആവർത്തിച്ചതോടുകൂടി സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് പ്രതിഷേധം കടുപ്പിച്ച് അതിന് പിന്നാലെ സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിച്ചു എന്നൊരു പരാതി ഉയർത്തിക്കൊണ്ട് ചോദ്യോത്തര നടപടി ബഹിഷ്കരിക്കുകയായിരുന്നു. അതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി എം പി രാജേഷും മുഖ്യമന്ത്രിയും തന്നെ നേരിട്ട് വന്നു. പ്രതിപക്ഷ നേതാവിന് പക്വതയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ വിമർശനമായി ഉയരുകയും ചെയ്തു. അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെയും സഭാരേഖയിൽ നിന്ന് സ്പീക്കർ നീക്കം ചെയ്യുക കൂടി ചെയ്തു. അതിന് പിന്നാലെയാണ് 10 മണിക്ക് അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കുന്ന സമയത്ത് പ്രതിപക്ഷം തിരിച്ചെത്തിയതിനു ശേഷം ആ അടിയന്തര പ്രമേയ നോട്ടീസ് മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലായിരുന്നു. മലപ്പുറത്തിനെതിരെ സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുകളും അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നൊരു പരാതിയുണ്ട്. അത് സംസ്ഥാനത്തെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതാണ്. ആ വിഷയം സഭ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു സണ്ണി ജോസഫ് MLA നൽകിയ അടിയന്തര പ്രമേയത്തിൽ ആവശ്യപ്പെട്ടത്. അത് അടിയന്തര സ്വഭാവമുള്ള വിഷയമാണ്, ചർച്ച ചെയ്യണമെന്നൊരു മുഖ്യമന്ത്രി നിലപാടെടുത്തതോടുകൂടി സഭയിൽ വീണ്ടും നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. അങ്ങനെ അടിയന്തര പ്രമേയം അത് 12 മണിക്ക് ചർച്ച ചെയ്യുമെന്ന് ഉറപ്പിച്ചതാണ്. അങ്ങനെ മലപ്പുറം പരാമർശം, മലപ്പുറം വിവാദം സഭയിൽ ചർച്ചയ്ക്കൊരുങ്ങുന്നതിനിടയിലാണ് പ്രതിപക്ഷം വീണ്ടും ഈ സഭാരേഖയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ നീക്കം ചെയ്തതും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശവും ഒക്കെ സംസാരമായത്. അങ്ങനെ ഒരു ഫേസ് ടു ഫേസ് ഫൈറ്റ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഇരുകൂട്ടരും വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ, അത് വാഗ്വാദങ്ങൾ, വ്യക്തി അധിക്ഷേപത്തിലേക്ക് കൂടി സഭയിലേക്ക് കടക്കുന്നത് കണ്ടതാണ്. സതീശനല്ല പിണറായി വിജയൻ എന്ന് പിണറായി വിജയനും ഒപ്പം തന്നെ താൻ പിണറായി വിജയനെ പോലെ ഒരു അഴിമതിക്കാരനാകരുത് എന്നാണ് തന്റെ പ്രാർത്ഥനയെന്ന് പ്രതിപക്ഷ നേതാവും അങ്ങോട്ടും ഇങ്ങോട്ടും നേർക്കുനേർ നിന്ന് പോർവിളിച്ചതിന്റെ മിനിറ്റുകളാണ് കഴിഞ്ഞുപോയത്. അതിനുശേഷം സമാനതകളില്ലാത്തൊരു പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചതിന് ശേഷമാണ് സഭാ നടപടി ഇന്നത്തേക്ക് പിരിഞ്ഞത്. അടിയന്തര പ്രമേയ ചർച്ച പോലും മാറ്റിവെച്ചത് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മന്ത്രി എം പി രാജേഷ്, മന്ത്രി പി രാജീവ്, റവന്യൂ മന്ത്രി കെ രാജൻ എന്നിവർ മാധ്യമങ്ങളെ കാണുകയാണ്. ഈ വിഷയത്തിൽ, ഈ സഭയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ നിലപാട്, സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കും. സ്വാഭാവികമായും അതിനുശേഷം പ്രതിപക്ഷത്തിന്റെ വാർത്താ സമ്മേളനവും ഉണ്ടാവും. എന്തായാലും സമാനതകളില്ലാത്തൊരു പ്രതിഷേധം വെറും 1 മണിക്കൂറും 40 മിനിറ്റും മാത്രം നീണ്ടുനിന്ന സഭാ സമ്മേളനത്തിനിടയിൽ സമാനതകളില്ലാത്ത വലിയ പ്രതിഷേധം, അതൊരു സംഭവബഹുലമായ സഭാ കാലയളവിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിന്റെ മറുപടിയുമായി ഇപ്പോൾ 3 മന്ത്രിമാർ തന്നെ എത്തുകയുമാണ്.